സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിദ്യയുടെ വാക്കുകളിൽ പ്രഭുവിധിയായ മാനസ അതൊക്കെ ആന്റിയമ്മയോട് വിളിച്ചു പറയാണ്. ആ സമയം കൺമണി നല്ല വ്യക്തിത്വമുള്ള പെൺകൊച്ചാണ്. അവളങ്ങനെ തെറ്റായിട്ടൊന്നും പെരുമാറില്ല. കാര്യം ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ എനിക്ക് അവളുടെ സ്വഭാവത്തിൽ സംശയമൊന്നുമില്ല. ആ സ്ഥാനത്ത് നീയാണെങ്കിൽ ചിലപ്പോൾ തെറ്റ് ചെയ്തേനെ. പക്ഷെ കൺമണി ചെയ്യില്ല എന്നൊക്കെ പറയാണ് ആന്റിയമ്മ. ആ സമയം ഇതൊക്കെ കേട്ട് മാനസിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊക്കെ മറച്ചു പിടിച്ച് എനിക്കൊരു മനസ്സമാധാനവും ഇല്ല ആന്റിയമ്മേ, ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അമ്പലത്തിൽ നിന്ന് കൃഷ്ണകൃപയെയും കൂട്ടി കൃഷ്ണ കൃപയിലേക്ക് എത്തുകയാണ്. ആ സമയം സാഗറിനോടും സുജാതയോടും ഞാൻ നല്ലവണ്ണം കോഫി ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് കൃപ പുറത്തു പോയത് കാണിച്ച് എല്ലാവർക്കും എന്റെ വക കോഫി എന്ന് പറയാണ്. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി കോഫി ഉണ്ടാക്കുകയാണ് കൃഷ്ണ. അതിനിടയിൽ ആന്റിയമ്മ നീ പറയുന്നത് ചെയ്യാമെന്ന മാനസയോട് നിൽക്കുകയാണ്. അങ്ങനെ മാനസ എന്തോ ദൃഢനിശ്ചയത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കൺമണി എലിവിയിലെത്തി വിദ്യയെ കാണുകയാണ്. താനും കൃഷ്ണ സാറും ഓഫീസിലാണ് രാത്രി കഴിഞ്ഞതെന്ന വിവരം മാനസയ്ക്ക് ചോർത്തി ചെയ്തെന്ന വിവരം കൺമണി അറിഞ്ഞല്ലോ. അത് വിദ്യയോട് ചോദിക്കാനാണ് കൺമണി ദേഷ്യത്തോടെ വിദ്യയോട് ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം, ഞാനത് പറഞ്ഞതിനാണല്ലേ കുറ്റം എന്ന് പറയുകയാണ് വിദ്യ. ഇത് കേട്ട് നിങ്ങൾ എന്ത് കണ്ടെന്നാണ്, അനാവശ്യം പറയരുതെന്നൊക്കെ പറയാണ് കൺമണി. വിദ്യ വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് പ്രകോപിപ്പിച്ച കൺമണി വിദ്യയെ പിടിച്ച് തള്ളുകയാണ്. പിന്നീട് കൃഷ് കോഫി ഉണ്ടാക്കി ആന്റിയമ്മയ്ക്ക് സാഗറിനും സുജാതയ്ക്കും കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഒരു കപ്പ് ആന്റിയമ്മയ്ക്ക് കൊടുത്തിട്ട് ആന്റിയമ്മയോട് ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആന്റിയമ്മ അത് കുടിച്ചിട്ട് നന്നായിട്ടുണ്ട് മോനൂട്ടാ, നീ ഇതെങ്ങനെ പഠിച്ചു ഇത്ര നന്നായിട്ട് കോഫി ഉണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോൾ അത് ഇതിനെ പഠിപ്പിച്ചത് കൺമണിയാണ്. ഞാൻ ഓഫീസിലായിരുന്നല്ലോ രാത്രി, അവിടെ കൺമണിയും ഉണ്ടായിരുന്നു. മാനസയായുള്ള കല്യാണം നിശ്ചയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കൺമണിയെ കല്യാണം കഴിച്ചേനെന്നൊക്കെ കൃഷി പറഞ്ഞപ്പോൾ ഞെട്ടുകയാണ് ആന്റിയമ്മ. ആ സമയം വിദ്യയെ തള്ളിയിട്ട കൺമണി അവളുടെ അടുത്ത് വന്ന് ഇനി പറയൂ, നീ ഇനി നിന്റെ ഈ വൃത്തികെട്ട നാവിന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ഇങ്ങനെയാകില്ല ഞാൻ പെരുമാറുക എന്ന് പറയാണ് കൺമണി. ആ സമയം സോറി കൺമണി, എന്നെ വിട്ടേക്ക്, ഞാൻ ഇനി അങ്ങനെയൊന്നും നിന്നോട് പറയില്ല എന്ന് പറയാണ് വിദ്യ.